ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഓട്സ്. ചായ ഞാൻ കുടിക്കില്ല ഗൈസ്. അപ്പം ഡാഡിക്ക് ചായ കൊടുത്തു. ഞാൻ ചൂട് വെള്ളം കുടിച്ചു. പിന്നെ ഇച്ചിരി ഓട്സും കുടിച്ചു. പിന്നെ എൻ്റെ കിച്ചൺ വർക്കിലേക്ക് കടന്നു. ലഞ്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഗൈസ് ഇന്ന് ഇങ്ങനത്തെ ഒരു മീൻ. ഇതെന്ത് ഇത് ഇങ്ങനെ ഇരിക്കും. ഞാനത് വെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. അതിലിച്ചിരി പുളിവെള്ളം ഒഴിച്ച് പിന്നീട് 2-3 വെളുത്തുള്ളി ഇട്ട് പിന്നീട് 2-3 ചുമന്നുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് പച്ചമുളക് ഒരെണ്ണം ഇട്ട് പിന്നെ അതിനകത്ത് ഇനിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്ന കാണിക്കാം ഗൈസ്. മഞ്ഞൾപ്പൊടി ഇടണം, ശകലം മസാലപ്പൊടി ഇടണം. മസാലയെ മീൻസ് ഇത് പെരിഞ്ജീരകമാണ്, വറുത്ത് പൊടിച്ച് വെച്ചേക്കുക. പിന്നെ അല്പം കുരുമുളക് ഇടണം. കുരുമുളക് ഓരോടിട്ടാൽ മരിക്കും. പിന്നെ ഞാൻ മുഴുവൻ കടുക് ഇടുന്ന, കടുക് പൊട്ടിച്ചൊന്നും ഇടില്ല ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ തന്നെ കഴുകി വറുത്ത് ഉണക്കി പൊടിക്കുന്നതാണ് ഗൈസ്. ഇച്ചിരി തോനെ ഇട്ടില്ലെങ്കിൽ കട്ടിക്കറി കാണില്ല. എന്താണെന്നറിയാമോ? മല്ലിപ്പൊടി ഇടില്ല ഗൈസ്. എന്നിട്ട് നമ്മുടെ കൈയില്ലേ, കൈ വെച്ച് തന്നെ ഇത് കുഴച്ചാലേ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നും ഗൈസ്. ഉണ്ടോ? വലിയ മീനാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ നടുവിനൂടെ ഒരു കീറൽ കൊടുത്തു പാവത്തിന്, എന്നാലേ അത് സെറ്റാവും ഗൈസ്. പിന്നെ നമുക്കിത് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചാൽ മതി. ഇച്ചിരി വെന്ത് വരുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും ഗൈസ്. ഓക്കെ. എൻ്റെ ചോറ് ഇന്ന് ബിരിയാണി റൈസ് ഇട്ടാണ് വെക്കുന്നത്. ബിരിയാണി ആണെന്നല്ല ഞാൻ പറഞ്ഞ, ബിരിയാണി റൈസ് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് വേവാനേ. ഡാഡിക്ക് മാത്രം മതിയല്ലോ ചോറ്. 1 ഗ്ലാസ് അരി തിളച്ച് വരുന്നു ഗൈസ്. കണ്ട നല്ല ഇപ്പം തന്നെ ഇത് സെറ്റായി കിട്ടും. ഇച്ചിരി ഉപ്പും അല്പം ഓയിൽ ഒഴിക്കും. സൺഫ്ലവർ ഓയിൽ ശരി ഇച്ചിരി മുകളിൽ ഒഴിക്കണം, എന്നാലേ ഈ ഇങ്ങനെയുള്ള ചോറൊന്ന് റെഡിയായി കിട്ടും. അല്ലെ ഇത് കൊള്ളത്തില്ല കഴിക്കാൻ. പിന്നെ അടുത്തത് ഇതുണ്ടോ ഗൈസ്, ഇത് എൻ്റെ മാജിക്. ഇത് ഞാൻ ചൈനക്കാർ കുക്ക് ചെയ്യുന്നതാണ്. എനിക്കുള്ള ഫിഷ് കുക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔഷധക്കൂട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കും. ഈ ഔഷധം എന്ന് പറയുന്നത് കറിവേപ്പില ഇടിയത്, നമ്മുടെ നിലംപരണ്ടി എന്ന് പറയും. അത് കരളിന് നല്ലതാണ്, കരൾ ക്ലീനാക്കും. അതിലിച്ചിരി ചുമന്നുള്ളി ഇട്ട് പിന്നീട് 2-3 ചുള വെളുത്തുള്ളി ഇട്ട് ഇച്ചിരി ഉപ്പൊഴിച്ച് ഇച്ചിരി മഞ്ഞളിട്ട് അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ കഴിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് കറിയായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അടച്ചടച്ചൊന്ന് സെറ്റാക്കി വെക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് തൈര് പാത്രം ഒന്ന് റെഡിയാക്കി. നല്ല ടംബ്ലറാണ്, കൂടിയ ടംബ്ലറാണ് ഗൈസ് ഇത്. അതിലേ തൈര് ഇങ്ങോട്ട് ഞാൻ മാറ്റിയായിരുന്നു, ഒരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. ഇതിനെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചിട്ട് നല്ല പശുമ്പാലിൻ്റെ തൈര് അതാണ്ടോ, പശുമ്പാൽ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പം തന്നെ നെയ്യ് പൊങ്ങിയുണ്ടോ ഗൈസ്. നല്ല ഒന്നാന്തരം പശുമ്പാല എൻ്റെ തൈര് ഇത്. അത് ഉച്ചയ്ക്ക് എടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ എൻ്റെ ചൈന കറി ഉണ്ടല്ലോ, അത് പറ്റി. ഇനി പച്ചിലേക്ക് എടുത്താൽ കളയും ഗൈസ്. പച്ചില ഇത് തിന്നാൻ പറ്റൂല, ഇത് കഴിക്കാൻ നേരത്തെ എടുത്താൽ കളയും. ഇങ്ങനെ ഇരിക്കട്ടെ. കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കിട്ട് ഗൈസ്. അല്ലാതെ പറ്റൂല ഗൈസ്. എൻ്റെ കറിച്ചട്ടി ഉണ്ട് ഗൈസ്, എൻ്റെ പ്രിയപ്പെട്ട കറിച്ചട്ടി. ഇതിനകത്താണ് എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു കറിച്ചട്ടിയിൽ ഗൈസ് ഒന്നും കൂടെ മേടിക്കണമെന്നുണ്ട്, പൊട്ടിപ്പോയതാണ് ഗൈസ്. ചട്ടി ബിരിയാണി മേടിച്ചപ്പോഴേ
അതിൽ നിന്ന് 2-3 കിട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് നാരങ്ങയൊക്കെ വെച്ചിട്ട് അടുക്കളയ്ക്ക് എന്തൊരു ചാഞ്ചാട്ടം, ഒരു 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 ചാടുന്നിടുന്ന ഈ കരണ്ടിയും തവിയൊക്കെ കൂടെ എന്നാ ഗൈസ്. പാട്ട് പാടിക്കൊണ്ടാണ് ഗൈസ് അടുക്കള പരിപാലനം. ഞാൻ ഒരു 7 വർഷമായിട്ടുള്ളൂ ഒന്ന് സെറ്റിലായിട്ട്. അതുവരെ ഞാനങ്ങ് സുഖമായിട്ടങ്ങ് ജീവിച്ച് ഗൈസ്. ഇത് ഉണങ്ങാനിട്ടത് ഈ അരി ഒന്ന് ഊറ്റിയെടുക്കണം ഗൈസ്. എടുക്കാം. ഒരുവിധമൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു ആപ്പിൾ ഇതാണ് ഗൈസ്. ഇതിനെ വെട്ടിപ്പൊളന്ന് റെഡിയാക്കി വേണം എനിക്ക് കഴിക്കാൻ. വാവ്, ഇപ്പം ഞാൻ വെട്ടി കീറുന്നതാണ് ഗൈസ്. അയ്യോ പറ്റുന്നില്ല. അയ്യോ അയ്യോ അയ്യോ, ഇച്ചിരി കഴിഞ്ഞ് കാണിക്കുക ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കറിയുടെ തുള്ളിച്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് കറിയാണ് ഗൈസ്. കണ്ടോ, അടിപൊളി കറിയാണ് ഗൈസ്. ഈ ആപ്പിളിന് റെഡ് കളർ ഉണ്ടോ? ഇതുപോലെ അങ്ങ് ചുമന്നങ്ങ് ഇരുന്നായിരുന്നെങ്കിൽ എൻ്റെ മുഖം. എനിക്കത് കൊതിയായിരുന്നു ഗൈസ്, എൻ്റെ തൊലിയുടെ കളറ്. ആപ്പിൾ പണ്ടേ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ആപ്പിൾ കുട്ടന്മാരെല്ലാം അരിഞ്ഞ് തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങയുടെ ഇച്ചിരി നീര് ഇതിനകത്തോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. നാരങ്ങ അല്ലാതെ കുടിക്കാനൊന്നും വയ്യ. കണ്ടോ, ഇത്രയും നാരങ്ങ വേസ്റ്റാണ് ചാറ്. അപ്പം ഇതാണ് മമ്മി കഴിക്കാൻ പോണത്. ഡാഡി കഴിക്കൂലേ? ഞാൻ ഇച്ചിരി ഉപ്പ് നീര് കുടഞ്ഞായിരുന്നു ഗൈസ്. നമ്മളെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനെ എടുക്കാൻ പാടാണ് ഗൈസ്. ഫിഷ് കണ്ടോ, നല്ല സെറ്റ് കറിയാണ്, നല്ല കൊഴുത്ത കറി. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് വരുന്നില്ല, മതി ഗൈസ്. സെറ്റ് കറി. അപ്പോൾ ഗൈസ് ഇന്ന് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ നിർത്തുവാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു.